അയ്യോ പോലീസ് വഴക്ക് വാക്കണം പറയണ്ട. എന്താണ് ഇവിടുത്തെ സ്ഥിതി? എന്തായാലും പ്രണയകഥകളൊന്നും എനിക്ക് സെറ്റ് ആവില്ല. അല്ല അത് വേണ്ട. പോലൊന്ന് ഇരിപ്പ് വരും. അല്ല മാഡം മുകളിലേക്ക് ഇരിക്കണോ? അല്ല, ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കുക. എന്നാ പിന്നെ കുറച്ചേരം ഇവിടെ ഇരിക്കാം. പിന്നെ മാഡം ഈ പൂലോദേവി എന്തിനാ കൊള്ളടിച്ച? മിസ്റ്റർ പങ്കജാക്ഷൻ, എന്റെ കണ്ണടയും ഫോണും മുകളിലിരിക്കുക, ഒന്ന് എടുത്തു തരാവോ? ഓ എടുക്കാം. ഈ ഫ്രൂട്ട്സ് അങ്ങോട്ട് കൊണ്ടുവച്ചു. ഗോപി, ആ താലിമാലയും ഹാരവും വെച്ചേക്കണം. അർജുന്റെയും റോഷ്നിയുടെയും കഴുത്തിലിടാനുള്ളതാ. അതിലെ പൂക്കൾ വാടും മുന്നേ ഹേമലത മടങ്ങിയെത്തിയിരിക്കും. നാത്തൂനെ നല്ല ഉഷാറിലാണല്ലോ. കാപ്പി പിടിച്ചോണ്ടായിരിക്കും അല്ലേ? നാത്തൂനുള്ളതുകൊണ്ട് ഇന്ന് TV കാണാനൊരു രസമുണ്ട്. മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവാർഡ് സിനിമ കാണുന്ന പോലെ കാണണം. ശരിയാ, എന്റെ കാര്യം അതുപോലെയല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആരോടും ഉണ്ടാനുമില്ല, പറയാനുമില്ല. ഇന്നൊരു സുഖമുണ്ട് TV കാണാൻ. കൂടി കേൾക്കാനാ പറഞ്ഞത്. അതെ നാത്തൂനെ, ഇനി അമ്പിളി വിളിക്കുമ്പോഴേ ഈ വലിയ TV ഉണ്ടല്ലോ 100 ഇഞ്ചിന്റെ, അതുപോലെ ഒരെണ്ണം കൊണ്ടുവരാൻ പറയണം. അതാകുമ്പോ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ സുഖമായിട്ടിരുന്ന് സീരിയല് കാണാം. അയ്യോ, ഞാനും ഇത് വിചാരിച്ചതാണോ? ഉറപ്പായിട്ടും അവനോട് പറഞ്ഞിട്ടൊരു വലിയ TV കൊണ്ടുവരണം. അതുപോലെ തിയേറ്ററിനകത്ത പോലെ ശബ്ദവും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമ കാണുന്ന പോലെ സീരിയല് കാണാം അല്ലേ? ഈ പ്രാവശ്യം ഒപ്പിക്കണം കേട്ടോ. ശരിയാ. അത് നാത്തൂനെ അവൻ വരാറാകുമ്പോ വിളിച്ചു പറയാം TVയുടെ കാര്യം. ഒത്തിരി താമസം വരികയല്ലേ, അത് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റിയല്ലേ അവന്? വലിയ TV അല്ലേ, കപ്പലിലൊക്കെ അയച്ചാല് തട്ടിമുട്ടി പൊട്ടിപ്പോയാൽ ഇവിടുന്ന് വാങ്ങിയാ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പോയി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാത്തൂന് വേണ്ടിട്ട്. എനിക്കറിയാം, നീ അത് പറഞ്ഞു കൊടുക്കുന്നു. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പിന്നെ ഈ അവൻ വിളിക്കുമ്പോഴേ എനിക്ക് കുറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയണേ. എന്തിനാ നാത്തൂനെ? അതിനടി പഴയ പോലെ അങ്ങോട്ട് തേജസ് അല്ലേ ശരീരത്തിന്. അത് പറയാം. അത് 2-2.5 കിലോ പറഞ്ഞോ? അയ്യോ, 2.5 കിലോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. കുങ്കുമപ്പൂവല്ലേ, ഒരു നുള്ളിട്ടാ മതി, അത് കുറച്ച് മതി. ഓ, അതെത്ര നാളത്തേക്ക് കാണും? അത് തീരുമ്പോ നമുക്ക് പിന്നെയും കൊണ്ടിരിക്കാലോ. മറക്കരുത്. ഇല്ല മറക്കത്തില്ല. ശരിയാ. മംഗലശ്ശേരി നീലകണ്ഠനും വാര്യനും കൂടെ എങ്ങോട്ടാ? കറക്റ്റ് ആണല്ലോ. എന്താടോ അപ്പച്ചി നന്നാവാത്തെ? എന്താ? അല്ല, അപ്പച്ചി നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു. പിന്നെ എന്താ 2 കൂടെ വന്നത്? അതെ, 9 മണിയായി. അതുകൊണ്ട് ആ ന്യൂസ് ചാനൽ വെക്കണം. മാഡത്തിനെ ചാനൽ ചർച്ച കാണണം. എന്ത് ചാനൽ ചർച്ച? കുറെ എണ്ണങ്ങൾ TV കയറി ഇരുന്നോണ്ട് ബഹളം വെക്കുന്നതല്ലേ. വരുന്നവനും ഇരിക്കുന്നവനും പോകുന്നവനും ഒന്നും അറിയില്ല അവന്മാരെന്താ പറയുന്നതെന്നുള്ളത്. അതൊക്കെ എന്ത് കാണാനാ? അതെ, ഈ സീരിയല് 10 പ്രാവശ്യം റെപ്പറ്റേഷൻ ഉണ്ട്. അത് പിന്നെയാണെങ്കിലും കാണാം. ഇന്നത്തെ ചർച്ച ലൈവാണ്, എനിക്കത് കണ്ടേ പറ്റുള്ളൂ. അത് പറഞ്ഞത് എന്തായാലും നന്നായി. നാത്തൂനെ ഇന്നിനി ചാനൽ മാറ്റണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങളുടെ പാർട്ടിയെ പറ്റിയുള്ള ചർച്ചയാണ്, എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ. എന്ത് കഷ്ടമേ, ഒന്ന് വെക്ക്. എന്ത് കഷ്ടം? ഞങ്ങക്ക് സീരിയല് കാണണ്ടേ? അമ്മ, അത് പിന്നാണേലും കാണാമല്ലോ. പിന്നെ എപ്പോ കാണാനായിട്ട്? നാളെ റീൽ ടെലികാസ്റ്റ് ഇല്ലേ? അത് പറ്റൂല, ഞങ്ങക്ക് ഇപ്പൊ തന്നെ കാണണം. അമ്മ, ഇത് ഭയങ്കര മോശാട്ടോ. എന്ത് മോശം? ഒരു മോശമില്ല. ഇത് എന്റെ വീട്, എന്റെ ഹോള്, എന്റെ കസേര, എന്റെ TV. എനിക്ക് ഇഷ്ടമുള്ളത് കാണും. അവള് പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഹോള്, ഞങ്ങളുടെ കസേര, ഞങ്ങളുടെ TV. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കാണും അല്ലേടി? അത് തന്നെ. ഇങ്ങനെയാണെങ്കിലേ പങ്ക്യാമം വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. അയ്യടി, പങ്ക്യാമം വരുമ്പോ പറഞ്ഞു കൊടുത്താ അവൻ എന്നെ മൂക്കി കയറ്റുമല്ലോ. അതെ, ഇന്ന് മുതല് ഇവിടെ ഈ ചാനൽ മാത്രമേ വെക്കുള്ളൂ. നാത്തൂന് റിമോട്ട് പിടി. കാണണമല്ലോ. സ്ത്രീകള് റോക്കറ്റ് കയറി ബഹിരാകാശത്തേക്ക് പോകുന്ന ഈ കാലത്തും ഇമാതിരിയുള്ള സ്ത്രീകൾ സമൂഹത്തിലുള്ളത് എന്തൊരു ബാധ്യത എന്റെ ദൈവമേ. അത് ഞങ്ങളങ്ങ് സഹിച്ച്. പോയത് ആർക്കറിയാം? മേഡം വാ, നമുക്ക് റൂമിൽ പോയിരുന്നു ഫോണിൽ കാണാം. അപ്പൊ മൊബൈലിൽ കാണാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ ഞങ്ങളെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. ടിവിയിലെ കാണൂ കുഞ്ഞമ്മ. എന്തൊരു കഷ്ടമാണ്. എങ്ങനെയുണ്ട്? നന്നായി നാത്തൂനെ, നന്നായി പോയി. നമ്മുടെ അടുത്ത് ആ കളി. അതെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഇപ്പൊ വേണ്ടടാ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇത് കഴിയട്ടല്ലേ? അത് കഴിയട്ടെ. നല്ല സുഖമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മറ്റേ കാര്യം കൂടെ തിരുമണേ. നാത്തൂനെ, ഫ്രിഡ്ജിലേ അപ്പുണ്ണി മേടിച്ചു വെച്ച ഐസ്ക്രീം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിലെ നാടൻ പഴുത്ത മാങ്ങായും ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഞാനൊരു ഷെയ്ക്ക് അടിച്ച് തരട്ടെ? അയ്യോ എൻ്റെ നാത്തൂനെ, ഞാനിപ്പോൾ ഈ തണുത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഓ, നാത്തൂന് എന്താ എസ് ജാനകിയാണോ തൊണ്ടയുടെ കാര്യത്തിൽ ഇത്രയും പേടിക്കാൻ? ഒരു കണക്കിന് ഞാനും എസ് ജാനകിയൊക്കെ ഒരേ തൂവൽ പക്ഷികളാ. അതേത് വകയില്? ഞങ്ങൾ രണ്ടുപേരും തൊണ്ട കൊണ്ടല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തണുത്തതൊന്നും എനിക്ക് വേണ്ട. ആണോ? എന്നാ നാത്തൂനെ, ഞാൻ നല്ലൊരു കാപ്പി ഇട്ടുകൊണ്ട് വരാം. അയ്യോ ഇപ്പോഴോ? കാപ്പിക്ക് അങ്ങനെ നേരവും കാലമൊന്നും ഇല്ല. അത് നല്ല തീരുമാനം. ശരി, അപ്പൊ നാത്തൂൻ കിടക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എന്താടി? ഒന്നുമില്ല. അല്ല എന്നാലും നാത്തൂൻ കിടക്ക്. അപ്പച്ചി എന്നാ കിടക്കുക? ഓടുക? ഓ തമാശക്കാരി, ഒറ്റ ചിരിയൊക്കെ ഞാൻ വെച്ചു തരും കേട്ടോ. ഇപ്പൊ തമാശ പറഞ്ഞ എന്താ വന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അതെ, ശരിക്കും അപ്പച്ചിയുടെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സീതാലക്ഷ്മി ഇപ്പൊ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവരും, അത് കുടിക്കണം, കിടന്നുറങ്ങണം. അത് തന്നെ. എന്റെ അപ്പച്ചി സീതാലക്ഷ്മി കൊണ്ടുവരുന്നത് കാപ്പിയല്ല, കൈവശമാ. ആ അപ്പൊ അവള് പറഞ്ഞത് ശരിയല്ലേ? അവളെ നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുകയാണെന്ന്. ഞാൻ എന്തായാലും സീതാലക്ഷ്മിയുടെ കൂടെ നിൽക്കും. എന്റെ പൊന്നപ്പച്ചി, അപ്പച്ചി എന്തറിഞ്ഞിട്ടായി പറയുന്നേ? അപ്പച്ചിക്ക് ആ സാറാമ്മയുടെ ആരാന്നറിയോ? അവരോട് എന്തിനാ വഴക്കിടാൻ നിൽക്കുന്നേ? എടി, അവൾ ആരായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാ ഞാൻ വിളിച്ചു പറയും. എന്നാലേ അങ്ങോട്ട് ഇത് കേറി കൊടുക്ക്, എന്നിട്ട് കിട്ടുമ്പോ മേടിച്ചോ. മേടിച്ചോളാം. അല്ല അപ്പച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നോട്ടാ ഈ സീതാലക്ഷ്മിയോട് ഇത്ര സ്നേഹം തുടങ്ങിയേ? അതോ 1979 എന്റെ വെള്ളിയാങ്കൾ അവളെ കെട്ടിയെടുത്തോണ്ട് വന്നപ്പം മുതല് അവളുമായി സ്നേഹത്തില. ഇതേ 1979 അല്ല, 2023. അതുകൊണ്ടേ ആ നൂറ്റാണ്ട് വിട്ടിട്ട് ഈ നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേരാൻ നോക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സീതാലക്ഷ്മിയുടെ പക്ഷത്താ. അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയും. ഞാൻ ചൊറിഞ്ഞോളാം. ചൊറിഞ്ഞോ? മോളെ ഷാഹിനെ ഒരു തുക്കടാ നേതാവിനെ കണ്ട് വല്ലാണ്ടെങ്കിൽ നെകളിക്കരുത് കേട്ടോ. എനിക്ക് നെകളിപ്പൊന്നുമില്ല, ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ അപ്പച്ചി സ്വീകരിച്ചാ മതി. ഉപദേശത്തിന് നന്ദി. വെൽക്കം. പോകാൻ നോക്ക്. What is called a heat shield, because when it re-enters with 50, carbon composite, this carbon material, we developed it and then we have put this follow so that whenever temperature, very high temperature flame comes in, this will protect inside to be always 24. എന്താന്നിങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്നത് കഴിക്കണേ? ഷാഹിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴേ ഞാനാ പറഞ്ഞ ഇങ്ങ് കൊണ്ട് തന്നേക്കാൻ. സ്റ്റെപ്പ് കയറി ഇറങ്ങൊന്നും വേണ്ടല്ലോ. ഇരിക്കൂ. അല്ല മേഡം, ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കഴിക്കണേ. കേസ് ഒന്നും വലിയ കാര്യമല്ലെന്നേ. ഓക്കെ. അല്ല, ചേച്ചി ഒരു പ്രത്യേക സ്വഭാവകാരിയാണ്. എന്തെങ്കിലും വിടുവായത്തരം അങ്ങനെ പറയുന്നേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. പാവാ.
അതൊക്കെ എനിക്ക് മനസ്സിലാവും. അവർക്ക് ഈ കൊട്ടിലപ്പാട്ട് വീട് വിട്ടിട്ട് ഒരു ലോകം അവർക്കില്ല. പുറലോകത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അതിൻ്റെതായ ഒരു വിവരക്കേടും കുഴപ്പമൊക്കെ ഉള്ളൂ. സാരാക്കേണ്ടതൊന്നും. അത് പോട്ടെ. മറ്റന്നാള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോഴേ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയൊന്നും പോകണ്ട. അല്ല, ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു ജാതകയുള്ള ആളായിട്ടാണ് പോകുന്നത്. പോകുമ്പോ പങ്കജാക്ഷൻ മാത്രം മതി. പിന്നെ എനിക്കതാ കംഫർട്ടബിള്. അതെയോ? മേഡത്തിന്റെ താല്പര്യം എങ്ങനെ വെച്ചാൽ അങ്ങനെ ആവാം. അത് പറഞ്ഞപ്പോഴാ പാർട്ടി ഓഫീസിലെ കാര്യമൊക്കെ എന്തായി? മേഡം ഇല്ലാത്തതിന്റെ ഒരു അഭാവം അവിടെ ഉണ്ട്. എങ്കിലും ഞാൻ അണികളറിയാത്ത രീതിയിലൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. പങ്കജാക്ഷനോട് ഉള്ളതാണ് എനിക്കൊരു ആശ്വാസം. കഴിക്കൂ. ഇല്ല, ഞാൻ നിർത്തി. മതി, വയറിറങ്ങി. ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ പട്ടിണി കിടക്കരുതിട്ട് ആരോഗ്യം ഉണ്ടാവില്ല. ഉപദേശം വേണ്ട. കൊറേ നേരം ഒരേ ഇരിപ്പിരുന്നിട്ടേ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാ. അതെ. ഈ കാലില് പെട്ടെന്ന് നീര് വരും. കാലിങ്ങനെ തൂക്കിടുമ്പോഴേ. ഇങ്ങനെയുള്ള സമയത്ത് എല്ലാം സ്റ്റൂളിലെങ്ങാനും കാലിങ്ങനെ കയറ്റി വെക്കണം. എനിക്കൊരിക്കൽ ഈ കോണി കയറുമ്പോഴേ കാല് വിളിക്കിട്ട്. കഥ പറയാതെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേക്കാൻ സഹായിക്കാവോ? ആയിക്കോട്ടെ. എങ്ങോട്ടാ? എനിക്ക് വാ കഴിയണം. എനിക്ക് അങ്ങോട്ടാണ് ശരി. സ്റ്റിക്ക് ഇപ്പൊ ഉപയോഗിക്കില്ലേ? അല്ല, ഇപ്പൊ ഇത്രയും ദൂരം വന്നാ മതിയല്ലോ. ഉണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ. എവിടെ പോവാ? ഞാനെന്താ കാണുന്നത്? ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞത്. ഇത് അടച്ചു കുറ്റിയെടുത്തപ്പോ ഞാൻ കേറണ്ടേ? ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാൻ പോണ. മെല്ലെ കയറണം കേട്ടോ. കാത്തു നിക്കണമെന്നില്ല, പൊക്കോ. എന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല, ഞാനേ ഇവിടെയൊക്കെ വല്ലാണ്ട് പുല്ല് വളർന്നുണ്ടേ. നാളെ ആക്കൊന്ന് പറിക്കണം. ഞാൻ ഇപ്പോഴെങ്ങനെ പറിച്ചു കളയായിരുന്നു. ഞാനും അത് പറയണമെന്ന് വിചാരിച്ചാ. മഴ ആയതുകൊണ്ടേ പാമ്പൊക്കെ കേറിയിരിക്കും. പാമ്പൊക്കെ വരും. വല്ലാണ്ട് മഴ പെയ്തപ്പോഴേ എല്ലാം തളുത്ത് വന്നിരിക്കുക. ഇത് കൊറേ ഉണ്ടല്ലോ. തുളസിച്ചെടി കൊറേ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കുഴിച്ചിടണം. അതേ, ഈ പുല്ല് പറിക്കണ പണിയൊക്കെ ഷാഹിനൊക്കെ ചെയ്യാട്ടോ. ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത്. പിന്നെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇനി ഇതും കൂടെ ചെയ്യാത്തന്നെ കുറവേ ഉള്ളൂ. 100 കൂട്ടം പണി? എന്റെ അമ്മയാണ് അവിടെ കൂടുതൽ പണിയെടുക്കണേ. അമ്മ പണിയെടുക്കുന്നുണ്ട്, സൂപ്പർവൈസിങ് പണി. എന്താണ് അപ്പുണ്ണി, പണിയൊന്നും കഴിഞ്ഞില്ലേ? മാഡം, ഈ കാലം വെച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങുന്നേ? ഈ കാലല്ലാതെ നീ എനിക്ക് വേറെ വല്ല കാലം ഇവിടെ കൊണ്ട് വെച്ചിട്ട്. അയ്യോ, അതല്ല, ഈ കാലം വെച്ചിട്ട് അവിടെ ഇരുന്നാ പോരെ, ഇങ്ങോട്ട് ഇറങ്ങി വരണോന്ന്. എനിക്ക് അകത്തിരുന്നിട്ടേ കുറച്ച് കോൾസ് ഒക്കെ വരാണ്ട്. ഒന്നും കിട്ടുന്നില്ല, റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. അവിടെ റേഞ്ച് ഇല്ല. ഇല്ലല്ലേ? ഡൽഹിയിലെ പ്രവർത്തകർ വിളിയോട് വിളി, ഒറ്റ കോള് കിട്ടണില്ല. ഇവിടുന്ന് വിളിച്ചോളി. മിണ്ടല്ലേ. हेलो प्रणाम शीला जी। मैं ठीक हूँ, मैं ठीक हूँ। नहीं, कोई प्रॉब्लम नहीं है। हाँ, मेरी लग में थोड़ा लिक्विड प्रॉब्लम है, कोई प्रॉब्लम नहीं है। नहीं, हाँ, अंदर रेंज का प्रॉब्लम है, इसलिए मैं बाहर आया। हाँ, नहीं, मैं पंकजाशन के साथ हूँ। हाँ, बहुत अच्छे आदमी है। അഭിനേട്ടാ, നീ സാറാമ്മയുടെ ഹിന്ദിയിൽ സംസാരിക്കുന്നു. പിന്നെ ഡൽഹിയിൽ തമിഴ സംസാരിക്കുക, ഹിന്ദി അല്ലേ? അഭിനേട്ടന് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയോ? എനിക്കറിയില്ല, എനിക്ക് ഹിന്ദി പോയിട്ട് മലയാളം തന്നെ എനിക്കും അറിയില്ല. अरे चुप करो, मैं फोन में बात करता है ना. நான் ഫോണിൽ പേസിട്ട് ഇരിക്കല്ലേ, ചുമ്മാ ഇരിക്കீங்களா? തമിഴ് പറയുന്നു. ഇവിടെ എന്താ പറയണ്ടേ? ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കല്ലോ, ഒന്ന് മിണ്ടാതിരിക്കാവോ? കട്ടായി.
അപ്പൊ ഞങ്ങള് സംസാരിച്ചോണ്ടാണോ കേട്ടേ? അങ്ങനല്ല, ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾ അല്ലേ ഇത്? അല്ലേ? കുറച്ച് മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ കേട്ടോ. ആരപ്പ വിളിച്ചേ? ഹീരാജി. അറിയോ? പിന്നെ നിന്നെ ചോദിച്ചേ? വെറുതെ ചോദിച്ചാ? അതെ, ഒന്ന് വിളിച്ചോണ്ട് പോവും. പോവാ. അതെ, അങ്ങോട്ട് ഒറ്റയ്ക്ക് കയറി വരുവോ? ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്കല്ല ഇറങ്ങി വന്നത്, അങ്ങോട്ട് പോകാനും എനിക്കറിയാം. അല്ല, ഇറങ്ങണ പോലെ അല്ല, കരിമല കയറ്റം കഠിനപ്പന്റെ അയ്യപ്പാന്ന് കേട്ടില്ലേ? മല കയറ്റോ? അല്ല പറഞ്ഞതാ. ഞാൻ വന്നോളാം. മാഡം, ഓ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെ വിളിച്ചാ മതിയേ. വിളിക്കാം, ചെല്ല്. അതെ, കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യമുള്ള കോളായതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അത് സാരില്ല. വിഷമം തോന്നല്ലേ? ഒന്നുമില്ല, നല്ല മനസ്സാട്ടാ. പുണ്യത്തില് വിളിയേട്ടാ, നല്ല സ്നേഹമുള്ള വിളി. हेलो हीरा जी, हाँ बोलिए। हाँ, अगला हफ्ता में ना? हाँ हाँ, ठीक है ठीक है ठीक है। हाँ, मैं करूँगा। എന്തെങ്കിലും പറയൂ. മാഡം, മാഡം, പേടിക്കണം. മാഡം ഞാനാ. പങ്കജാക്ഷ, ഞാൻ ചത്തില്ലായിരുന്നു. ഇല്ല, എന്താ ഉണ്ടായത്? ബോംബാക്രമണം. ബോംബോ? ആരാണ്? ബൈക്കിൽ വന്ന 2 പേര് എനിക്ക് നേരെ ബോംബ് എറിഞ്ഞിട്ട് പോയി കളഞ്ഞു. പങ്കജാക്ഷൻ, അവരിപ്പോ ഈ ജില്ല വിട്ട് കാണും. മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങൾ തീവ്രവാദികളെ കുറിച്ച് എന്താണ് ഈ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവര് നിങ്ങളെക്കാൾ ഇന്റലിജന്റ് ആണ്. ഇത്രയും ബുദ്ധിയുള്ളവരാണെങ്കിലേ അവരെ നിങ്ങളുടെ പാർട്ടിയിലോട്ട് ചേർത്തോളാം മോളെ. ബുദ്ധിയുള്ള 2 പേരെങ്കിലും നിങ്ങളുടെ പാർട്ടി കിടക്കട്ടാ. പങ്കജാക്ഷൻ, 2019 ആവർത്തിക്കുകയാണല്ലോ. എന്താ 2019? പ്രളയമാണോ പങ്കാമ? അത് 2018 കുട്ടി. സുനാമിയാണോ? കോവിഡ്. അത് 2020 മോളെ. ഈ 2019 ഒന്നുമായിട്ട് മേശാവണില്ലല്ലോ. അല്ല, എന്താ ശരിക്കും 2019 മാഡം? 2019 എനിക്കെതിരെ ആദ്യമായിട്ട് ബോംബാക്രമണം ഉണ്ടായത്. ആ കാര്യം പങ്കജാക്ഷൻ ഓർമ്മയില്ലേ? എന്നിട്ട് അവര് വീണ്ടും വന്നിരിക്കുക. അവർക്ക് ഇനിയും മതിയായിട്ടില്ല. ഡൽഹിന്ന് ബൈക്ക് എടുത്ത് ഇതുവരെ വന്ന് ബോംബ് എറിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് നിസ്സാരക്കാരല്ല മാഡം. അവര് ഡൽഹിന്ന് ഇവിടം വരെ ബൈക്ക് ഓടിച്ചു വന്ന് എന്നെ ബോംബെറിഞ്ഞെന്നല്ല പറഞ്ഞത്. അവരുടെ പ്രവർത്തകർ ഇവിടെയും കാണൂലേ? ഡൽഹിയിലുള്ളവർക്ക് ഇവിടെ ബോംബെറിയാൻ വരെ ആളിനെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ജാഥ അയക്കാൻ പോലും ആളിനെ കിട്ടുന്നില്ല. സത്യം പറഞ്ഞ എന്റെ പങ്കി അവരോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. ആരോട്? എടാ, തീവ്രവാദികളോട്. മിസ്റ്റർ പങ്കജാക്ഷൻ, ഒന്ന് വിളിച്ചോണ്ട് പോകുമോ? ചേച്ചി, ഇത്രയും ബുദ്ധിപരമായി സംസാരിക്കാതെ താഴത്ത് എവിടെയും പോയിരുന്നൂടെ? പോന്നില്ലേ? അല്ല, ഞാൻ മാഡത്തിന് കൂട്ടിന്. അയ്യോ, എനിക്ക് ഒരു കൂട്ടും വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. ശരി, ആ ജഗു എടുത്തോണ്ട് പോകും.
എന്തേ പോകുന്നില്ലേ? ശരി എന്നാ. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2019, അതെ 2019 വെച്ച് തന്നെ. ചിലപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. നോർത്ത് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു ആക്രമണം ഉണ്ടായി. അതിനെ സാരമ്മ മേഡം, ഇത് കുഗ്രാമല്ല. ഇവിടുന്ന് 200 മീറ്റർ ഇങ്ങോട്ട് പോയാ റെയിൽവേ സ്റ്റേഷനാ, 200 മീറ്റർ അങ്ങോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ്, പിന്നെ ഇങ്ങോട്ട് 200 മീറ്റർ പോയാൽ പഞ്ചായത്ത് ഓഫീസ്. പിന്നെ ഇതെങ്ങനെ കുഗ്രാമാവുക?